ഒരു ദിവസം ദൈവം നോഹയോട് സംസാരിച്ചു. നോഹ, നീ നല്ലവനാണ്, നീതിമാനാണ്. കുടുംബത്തോടൊപ്പം നീ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭൂമി അധപതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അതിൽ ജീവിക്കുന്നവരെ എല്ലാം ഞാൻ നശിപ്പിക്കും. അത് കേട്ട് നോഹ ഭയപ്പെട്ടെങ്കിലും അയാൾ ശാന്തത പാലിച്ചു. പക്ഷേ ദൈവമേ, ഇവർ അങ്ങയുടെ മക്കളാണ്, അവരോട് കരുണ കാണിച്ചാലും. ഇല്ല നോഹ, ഈ ഭൂമിയെ ഞാൻ തീർച്ചയായും നശിപ്പിക്കും. ഞാനൊരു വലിയ ജലപ്രളയം ഉണ്ടാക്കും. അത് ഭൂമിയെ മുഴുവനും നശിപ്പിക്കും. 40 ദിവസം നിർത്താതെ മഴ പെയ്യും. ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും നശിക്കും. ആകട്ടെ ദൈവമേ, അങ്ങയുടെ ഹിതം തന്നെ നടക്കട്ടെ. ഭയപ്പെടേണ്ടതില്ല നോഹ, നീ നല്ലവനായതുകൊണ്ട് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ്. നീയും നിന്റെ കുടുംബവും പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടും. അങ്ങ് കാരുണ്യവാനാണ് എന്റെ ദൈവമേ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ ഒരു പെട്ടകമുണ്ടാക്കണം. പെട്ടകം എന്നാൽ എന്താണ് ദൈവമേ? മരം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പേടകമാണ് പെട്ടകം. പ്രളയത്തിൽ നിന്നും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നീ അതുണ്ടാക്കണം. നിന്റെ കുടുംബത്തിന് മുഴുവനും, അതുപോലെ നിന്നോടൊപ്പം അനേകം മൃഗങ്ങളും അതിലടങ്ങണം. എങ്കിൽ അവയും രക്ഷപ്പെടും. പക്ഷേ ദൈവമേ, എനിക്ക് പെട്ടകമുണ്ടാക്കി പരിചയമില്ലല്ലോ. ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഭയപ്പെടേണ്ട, നിനക്ക് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ നൽകും. അത് പ്രകാരം പ്രവർത്തിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിനക്കതുണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ ദൈവമേ, ഞാൻ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു പെട്ടകമുണ്ടാക്കാം. നീ ജനങ്ങളോട് സംസാരിച്ച് അവരുടെ ജീവിത രീതി മാറ്റണമെന്ന് ഉപദേശിക്കണം. അവരോട് എന്നിലേക്ക് വരാനും എന്നെ ആരാധിക്കുവാനും എന്നെ ഭയപ്പെടുവാനും പറയണം. അവരോട് ദയാശീലരായി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും പറയണം. സ്വാർത്ഥതയെ ഉപേക്ഷിച്ച് ഒരു നല്ല ജീവിതം നയിക്കണമെന്നും അവരോട് പറയണം. അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കാം ദൈവമേ. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം നോഹ മരങ്ങൾ മുറിക്കുവാൻ ആരംഭിച്ചു. പെട്ടകമുണ്ടാക്കാൻ അയാൾ മരപ്പലകകൾ മുറിച്ചുണ്ടാക്കി. നോഹയുടെ പ്രവൃത്തികൾ ജനങ്ങൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. നോഹ മരപ്പലകകൾ അടുക്കി വെക്കുന്നത് കാണാൻ അവർ തടിച്ചുകൂടി. അവർ ആകാംക്ഷാഭരിതരായി. നോഹ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാനൊരു പെട്ടകമുണ്ടാക്കുകയാണ്. പെട്ടകമെന്നാൽ എന്താ? അതൊരു വലിയ പേടകമാണ് സുഹൃത്തെ. അത് എന്നെയും കുടുംബത്തെയും പ്രളയത്തിൽ നിന്നും രക്ഷിക്കും. പ്രളയമോ? പ്രിയ സുഹൃത്തെ, നമ്മെ സൃഷ്ടിച്ച ദൈവം എന്നോട് സംസാരിച്ചു. ജനങ്ങളുടെ ദുഷ്ടത തന്നെ കോപിപ്പിച്ചിരിക്കുകയാണ്. ദൈവം ജലപ്രളയം കൊണ്ട് ഭൂമിയെയും സകല ജീവജാലങ്ങളെയും നശിപ്പിക്കും. പ്രിയപ്പെട്ട മോശെ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഈ പ്രളയം എവിടെ നിന്നാണ് വരുന്നത്? ദൈവം ഒരു വലിയ മഴ പെയ്യിക്കും. ആ മഴ 40 ദിവസത്തോളം നീണ്ടു നിൽക്കും. അങ്ങനെ ജലപ്രളയമുണ്ടായി എല്ലാറ്റിനെയും ഒരുപോലെ നശിപ്പിക്കും. നിങ്ങളുടെ ജീവിതം മാറ്റണം. ദൈവം നിങ്ങൾ എല്ലാവരോടും കോപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ വഴികളെ വെടിപ്പാക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കൂ, മാപ്പിനായി അപേക്ഷിക്കൂ. നിങ്ങൾ സുരക്ഷിതരാവും. നിങ്ങൾക്കും എന്റെ കൂടെ പെട്ടകത്തിൽ കയറാം. നിങ്ങളും ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടും. നോഹേ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? പെട്ടകമുണ്ടാക്കുന്നത് നിർത്തി നിങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നോക്കൂ. ക്ഷമിക്കണം സുഹൃത്തെ, ഇതാണ് എന്റെ ജോലി. ദൈവമാണ് എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ദൈവത്തെ അനുസരിക്കും. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാനിത് തീർച്ചയായും ഉണ്ടാക്കും. ജനങ്ങൾ ഉറക്കെ ചിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോയി. അപ്പോഴേക്കും നോഹ എല്ലാതരം ധാന്യങ്ങളും നാനാവിധ മൃഗങ്ങളെയും ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ ധാന്യങ്ങൾ പെട്ടകത്തിൽ സംഭരിച്ചു വെച്ചു.